ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെക്കിളിക്കൂട് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സുഭാഷ് ചോദിക്കുന്നു, നീതി നാളെ വീട് വിട്ടു പോകുന്നെന്ന് പറയുക, നിനക്കതിൽ വിഷമമൊന്നുമില്ലേ? സുധീഷ് ചോദിക്കണ, ഞാൻ സങ്കടപ്പെട്ടാൽ അവള് പോകാതിരിക്കൂ. സുഭാഷ് ചോദിക്കുന്നു, ആ കുട്ടി വന്ന് പെട്ടെന്ന് പോവാണെന്ന് പറഞ്ഞിട്ടും നിനക്ക് വിഷമമൊന്നുമില്ലെന്നാണോ? സുധീഷ് ചോദിക്കണ, അതിനിപ്പതേ ഞാൻ മൂലയിൽ പോയിരുന്നിട്ട് ഞാൻ കരയണോ? ഇനിയിപ്പൊ കരഞ്ഞാൽ തന്നെ അവള് പോകാണ്ടിരിക്കൂ. സുഭാഷ് ചോദിക്കുന്നു, എന്താടാ നീ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരുപാട് ഓവറായിട്ട് ചിന്തിച്ച് പേടിക്കുന്ന ആളല്ലേ നീ? എന്നിട്ടിപ്പോൾ ഇത്രയും വലിയ വിഷയം വരുമ്പോൾ അത് സിമ്പിൾ ആയിട്ട് എടുക്കുന്നത് എങ്ങനെയാ? സുധീഷ്, നീ എല്ലാവരുടെയും മുന്നിൽ അഭിനയിക്കല്ലേ? ഇത്രയും നാളും ഇവിടെ ഉണ്ടായിരുന്ന ഒരാൾ, അതും നീ എല്ലാവരുടെയും മുന്നിൽ ഭാര്യ എന്ന് പ്രസന്റ് ചെയ്തൊരു കുട്ടി, അവള് പോവാണെന്ന് പറയുമ്പോൾ ഒരു വിഷമവും ഇല്ല നിനക്ക്? എടാ, അവള് നാളെ പോകുമ്പോൾ നമ്മൾ ഹരീഷിനോടും നികേഷിനോടും എന്ത് പറയും? സുധീഷ് പറയണം, എന്താണ് പറയാൻ തോന്നുന്നതെന്ന് വെച്ചാൽ അത് പറയണം. പ്രശ്നം തീർന്നില്ലേ? വീട്ടിലെ കാരണവര് സുഭാഷേട്ടനായതുകൊണ്ട് അവരുറപ്പായും ചോദിക്കും. വന്നു കയറി അനിയത്തി പോകുന്നതിന്റെ വിഷമം സുഭാഷേട്ടനും ഇല്ലേ? അപ്പൊ ആര് ചോദിച്ചാലും സുഭാഷേട്ടൻ തന്നെ ഒരു മറുപടി അങ്ങ് പറഞ്ഞാൽ മതി. സുഭാഷ് പറയുകയാണ്, അവരോട് മറുപടി കൊടുക്കാം, നിന്റെ മനസ്സിന് ഭാരമില്ലേ? സുധീഷ് പറയുകയാണ്, അയ്യോ എന്റെ സുഭാഷേട്ട, ഇത് ശരിക്കുള്ള കല്യാണമാണോ? അല്ലെന്ന് സുഭാഷേട്ടൻ അറിഞ്ഞൂടെ? സുഭാഷ് പറയുന്നു, സുധീഷെ, നിനക്ക് ആ കുട്ടിയെ എത്രത്തോളം ഇഷ്ടമാണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. സുധീഷ് ചോദിക്കുന്നു, അതുകൊണ്ട് സുഭാഷേട്ടൻ എന്നെ അവളെയും ചേർത്ത് വെക്കാനാണോ നോക്കിയത്? അല്ലല്ലോ, നിങ്ങളുടെ അനിയത്തിയോട് നുണ പറയാൻ പറ്റില്ലെന്നായിരുന്നു. സുഭാഷ് പറയുന്നു, എടാ, ആ കാര്യം വേറെ, നീ പറയുന്ന നുണകളൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണമെന്ന് ഞാൻ ശരിക്കും ആഗ്രഹിച്ചിട്ടുണ്ട് സുധീഷ്. സുധീഷ് പറയുന്നു, എന്റെ സുഭാഷേട്ടാ, വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്നേ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പോ എന്ത് നടന്നാലും അത് തടുക്കാൻ പറ്റില്ല. അങ്ങനെ സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം? ഇതാണ് യാഥാർത്ഥ്യം അങ്ങ് അംഗീകരിക്ക്. ഈ സമയം ഒരാൾ ബൈക്കിൽ അവിടേക്ക് വരികയാണ്. സുഭാഷ് ചോദിക്കുന്നു, സുനിലായിരുന്നോ നിന്റെ കല്യാണത്തിന്റെ ഫോട്ടോഗ്രാഫർ? വാ സുനിലെ, കേറിയിരിക്കെ. സുനിൽ പറയുന്നു, ഇല്ല ചേട്ടാ, കല്യാണത്തിന്റെ ഫോട്ടോസ് ഒക്കെ പെൺഡ്രൈവിൽ കൊണ്ടുവന്നിട്ടുണ്ട്, അതിന്ന് സെലക്ട് ചെയ്ത് തന്നാലേ ആൽബം റെഡിയാക്കാം. സുഭാഷ് പറയുന്നു, ഏയ് ആൽബം ഒന്നും വേണ്ട. ഇത് കേട്ട് ഭാസ്കരൻ ചോദിക്കടാ, ആൽബം വേണ്ടേ? വേണോടെ സുധീഷ് എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നു, ചേട്ടന്റെ ഇഷ്ടം. സുനിൽ ചോദിക്കുന്നു, ആൽബം വേണ്ടേ? കാശ് കൊടുത്ത് ഫോട്ടോ എടുത്തിട്ട് ആൽബം വേണ്ടാന്നോ? സുഭാഷ് പറയുന്നു, അത് ഫോട്ടോയ്ക്ക് മാത്രമല്ലേ പണം തന്നുള്ളൂ, ആൽബത്തിന് തന്നിട്ടില്ലല്ലോ. സുനിൽ പറയുന്നു, അത് ശരിയാ, അതുകൊണ്ട് പെൻഡ്രൈവിൽ നിന്ന് സെലക്ട് ചെയ്ത് തന്നാൽ ആൽബം ചെയ്തു തരാമെന്ന് പറഞ്ഞത്. ഭാസ്കരൻ ചോദിക്കുന്നു, അതെന്താടാ, എടുത്ത ഫോട്ടോസ് ഒന്നും ഒരു ആൽബത്തിനകത്ത് വെക്കാൻ പറ്റില്ലേ? സുനിൽ പറയുന്നു, 500 ഫോട്ടോ ഇല്ലേ, അതിന്ന് ഇഷ്ടമുള്ളത് മാത്രം എടുത്താ പോരെ? എല്ലാം ഇഷ്ടപ്പെട്ട് എന്ത് ചെയ്യുമെന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, അച്ഛനൊന്നും മിണ്ടാതിരുന്നേ. മോനെ, ആൽബം വേണ്ട, ആ ഫോട്ടോസ് ഉള്ള പെൻഡ്രൈവ് തന്നിട്ട് പോയാൽ മതി. സുനിൽ ചോദിക്കുന്നു, ഇതൊക്കെ ഒരു ഓർമ്മയല്ലേ, എന്തിനാ വേണ്ടാന്ന് വെക്കുന്നത്? സുഭാഷ് പറയുന്നു, വേണ്ട സുനിലെ, വിട്ടേക്ക്. ശരിയെന്ന് പറഞ്ഞ് പെൻഡ്രൈവ് എടുത്തു കൊടുക്കുകയാണ് സുനിൽ. അത് വാങ്ങി സുധീഷ് പറയുന്നു, എവിടെ നോക്കട്ടെ? സുഭാഷ് സുധീഷിനെ ശ്രദ്ധിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, അല്ല, ചുമ്മാ കാണാലോ ഫോട്ടോസ്. സുഭാഷ് അകത്തേക്ക് പോയതിനു ശേഷം ഭാസ്കരൻ ചോദിക്കുന്നു, എന്താടാ ഇവന് പറ്റിയത്? ഫോട്ടോസ് ഒക്കെ ആരെങ്കിലും വേണ്ടെന്ന് പറയൂ, എന്താണ് അവനത് വേണ്ടെന്ന് പറഞ്ഞത്? സുധീഷ് പറയുകയാണ്, അത് നേരിട്ട് ചോദിക്കാമായിരുന്നില്ലേ? ഭാസ്കരൻ പറയുന്നു, അവന്റെ ഇഷ്ടത്തിന് നീയല്ലേ സമ്മതിച്ചത്, അപ്പൊ നിനക്ക് കാര്യം അറിയായിരിക്കും. കല്യാണത്തിന് കാശ് മുടക്കി ഒരു ഫോട്ടോഗ്രാഫറെ വെച്ച് പടം എടുത്തിട്ട് അത് വേണ്ടെന്നോ? എന്ത് ഭ്രാന്താടാ ഇത്? നീയും കണക്കാ, നിന്റെ ചേട്ടനും കണക്ക്. സുധീഷ് പറയുന്നു, എന്ത് ചെയ്യാം, ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആരെങ്കിലും വേണ്ടേ? അല്ല, കല്യാണം ഇത്രയും ചിലവ് ചെയ്ത് നടത്തിയതല്ലേ, ഇനി ആൽബം കൂടി വേണോന്നാ ചേട്ടന്റെ ചോദ്യം. ആ കാശ് കൂടി മുടക്കിയേ പറ്റൂന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഭാസ്കരൻ ചോദിക്കുന്നു, അവനതിന് പറ്റില്ലെന്ന് പറഞ്ഞു. സുധീഷ് പറയുന്നു, അല്ല, കാശ് മുടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ല, മനസ്സിലുണ്ടാകുമല്ലോ. പിന്നെ അച്ഛൻ എനിക്ക് ട്രാവൽസ് ഒന്നും ഇട്ട് തന്നിട്ടില്ലല്ലോ, വല്ലവന്മാരുടെയും വണ്ടി ഓടിച്ചു വേണ്ടേ എനിക്കും കഴിയാൻ. കല്യാണം കഴിഞ്ഞതോടെ എന്റെ ചിലവും കൂടി, എന്റെ കയ്യിലും കാശില്ലാണ്ടായി. ഭാസ്കരൻ ചോദിക്കുന്നു, കല്യാണം കഴിഞ്ഞ് നീ എന്തിനാ ചിലവ് ചെയ്തേന്ന് പറ, ഒന്ന് കേൾക്കട്ടെ. ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ കാണുന്നതല്ലേ. സുധീഷ് പറയുന്നു, അത് 1000 കാരണങ്ങളില്ലേ അച്ഛാ? അല്ല, വീട്ടിലെ കാരണവരായ അച്ഛന് എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ തോന്നിയോ? ഭാസ്കരൻ പറയുന്നു, കാരണവര് അച്ഛൻ ഈ സ്ഥാനമൊക്കെ തന്നെ നീ എന്നാടാ എനിക്ക് വില വെച്ചിട്ടുള്ളത്? സുധീഷ് പറയുന്നു, കുട്ടികള് വില മതിക്കുന്നില്ലെന്ന് പറഞ്ഞാ പോരാ, അവരുടെ വില കിട്ടുന്നത് പോലെ പെരുമാറുകയും വേണം. ദേ, കല്യാണത്തിന്റെ ഫോട്ടോസ് ഇതിലുണ്ട്, ഇതേതെങ്കിലും ഒരു കടയിൽ കൊണ്ടുപോയി കൊടുത്ത് അതിലൊരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ച് ഇവിടെ തന്നെ ചുവരെ തൂക്കിക്കൂടെ? കാണുമ്പം ഞങ്ങൾക്കും ഒരു സന്തോഷമല്ലേ? ഭാസ്കരൻ പറയുന്നു, അങ്ങനെ ഇനിയിപ്പം ഞാനത് ചെയ്ത് സന്തോഷിച്ചിരിക്കണ്ട, നിനക്ക് വേണമെങ്കിൽ നീ പോയി ചെയ്യ്, ഞാനത് ചെയ്യാനാ. സുധീഷ് പറയുന്നു, അതാണ് ഞങ്ങൾക്ക് വിധിച്ച തന്റെ അതായി പോയി, എന്ത് ചെയ്യാം, ഇത്തരം കാര്യങ്ങളൊക്കെ വീട്ടിലെ മുതിർന്നവരുടെ ജോലിയാ. അതെങ്ങനെയാ? ആ സ്നേഹം ഉണ്ടെങ്കിലല്ലേ. സ്വന്തം മകൻ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ വീട്ടിൽ ജീവിക്കുന്നതിന്റെ ഉദാഹരണമാ ഭിത്തിയിൽ തൂങ്ങുന്ന ആ കല്യാണ ഫോട്ടോ. അതുപോലും ചെയ്യാത്തൊരച്ഛനെ ഒരു മകൻ എങ്ങനെ വില വെക്കുമെന്ന? ഞാൻ ഏതായാലും ഫോട്ടോ പ്രിന്റ് എടുത്ത് ചുമരിൽ തൂക്കാനൊന്നും പോകുന്നില്ല, ഇത് കളഞ്ഞേക്കാം.
കൊള്ളാം അല്ലേ? ഭാസ്കരൻ പറയുന്നു, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്. അതേ പോയി എന്ന് പറഞ്ഞ് പെൻഡ്രൈവ് താഴേക്കെറിഞ്ഞ് സുധീഷ് അകത്തേക്ക് പോവുകയാണ്. ചുറ്റും നോക്കിയിട്ട് ഭാസ്കരൻ ആ പെൻഡ്രൈവ് എടുക്കുകയാണ്. വാതിലിന്റെ അരികിലേക്ക് വന്ന സുധീഷ് ഇത് കണ്ട് പുഞ്ചിരിച്ച് ഭാസ്കരനെ നോക്കുമ്പോൾ ഭാസ്കരൻ വീണ്ടും ചുറ്റും നോക്കുകയാണ്. സുധീഷ് അകത്തേക്ക് ഓടിപ്പോകുന്നു. പിന്നീട് കാണിക്കുന്നത് രാത്രി തുണി വിരിച്ചുകൊണ്ട് നിൽക്കുന്ന നിധിയുടെ അരികിലേക്ക് വന്ന് സുധീഷ് ചോദിക്കുന്നു, എന്തിനാണ് ഈ രാത്രിയിൽ തുണി അലക്കിയിടുന്നത്? അത് നാളെ ചെയ്താ പോരെ? നിധി പറയുന്നു, രാവിലെ പോകണ്ടേ? ഇപ്പൊ നനച്ചിട്ടാലേ രാവിലെ ആകുമ്പോഴേക്കും ഉണങ്ങി കിട്ടും. ഇത് കേട്ട് സുധീഷ് നിധിയുടെ ഒപ്പം തുണി വിരിക്കാനായി തുടങ്ങുമ്പോൾ നിധി പറയുന്നു, വേണ്ട വേണ്ട, ഞാൻ ചെയ്തോളാം. സുധീഷ് നിധിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. നിധി ചോദിക്കുന്നു, എന്താ നോക്കുന്നത്? എന്തെങ്കിലും പറയാനുണ്ടോ? സുധീഷ് ചോദിക്കുന്നു, അപ്പോ അത്രേ ഉള്ളൂ അല്ലേ? നിധി പറയുന്നു, മനസ്സിലായില്ല. അപ്പൊ സുധീഷ് പറയുകയാണ്, അല്ല ഈ പോവാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. നിധി പറയുന്നു, വീട് കിട്ടിയാ പോകുന്ന എത്രയോ നേരത്തെ പറഞ്ഞതല്ലേ? കുറച്ച് അപ്പുറത്തായി വന്ന സുഭാഷ് അവരെ ശ്രദ്ധിക്കുകയാണ്. സുധീഷ് പറയുന്നു, പോകാൻ എന്തായാലും തീരുമാനിച്ചു. അപ്പൊ ഇനിയിപ്പോ വേറൊന്നും പറയാനില്ല അല്ലേ? നിധി ചോദിക്കുന്നു, വേറെ എന്ത് പറയാൻ? ഓ, ഈ താലി ഞാൻ അഴിച്ചു തരണോ അല്ലേ? ഇറങ്ങി പോകാൻ നേരത്തെ ഈ താലിയും കൊണ്ട് പോകുന്നത് എന്തിനാണെന്നല്ലേ ഉദ്ദേശിച്ചത്? ഇത് തിരിച്ചു തരണമെന്ന് എനിക്കും അറിയാം. പക്ഷെ ഒരു കാര്യം സംഭവിച്ചു. ഞാൻ വീട് നോക്കാൻ പോകുമ്പോഴേ ഇതെന്റെ കഴുത്തിലുണ്ടായിരുന്നു. വീടിന്റെ ഓണർ എന്നോട് കല്യാണം കഴിഞ്ഞതാണല്ലേ എന്ന് ചോദിച്ചപ്പോ ഞാൻ അതേന്നും പറഞ്ഞു. ഈ താലി ഇല്ലാതെ ഇനി അങ്ങോട്ടേക്ക് പോയാൽ ചിലപ്പോ ഇത് ചോദിക്കും. നമ്മുടെ ആളുകളുടെ സ്വഭാവം അറിയാലോ. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് ഞാനിത് തിരിച്ചു തരാം. അതുപോലെ സുധീഷ് പറയുന്നു, ഞാൻ മനസ്സിൽ പോലും അത് വിചാരിച്ചിട്ടില്ല. നിധി ചോദിക്കുന്നു, പിന്നെന്താ, ഞാൻ എന്തെങ്കിലും വാങ്ങിയിട്ട് തരാനുണ്ടോ? സുധീഷ് പറയുകയാണ്, ഏയ് ഇല്ലില്ല, അത് ഇയാള് വിട്ടേക്ക്. നിധി പറയുന്നു, എന്താണെന്ന് വെച്ചാ ചോദിച്ചോളൂ. സുധീഷ് പറയുകയാണ്, ഇല്ലടോ ഒന്നുമില്ല. നിധി പറയുന്നു, ഈ ചെയിൻ ഞാൻ ഉറപ്പായിട്ടും തിരിച്ചു തരും കേട്ടോ. സുധീഷ് പറയുകയാണ്, എന്റെ നിധി, ദയവ് ചെയ്ത് അതൊന്ന് വിട്. ഈ മാല കൊണ്ടുപോയിട്ട് ഞാനെന്ത് ചെയ്യാനാ? നിധി പറയുന്നു, നിങ്ങളുടെ അമ്മയുടെ ചെയിനാണെന്ന് പറഞ്ഞല്ലേ അച്ഛൻ ഇത് തന്നത്. തിരിച്ചു പോകുമ്പോ ഞാൻ അതും കൊണ്ട് പോകുന്നത് ശരിയല്ലല്ലോ. ഉറപ്പായിട്ടും ഞാൻ തിരിച്ചു തരും. അങ്ങനെ നിധി അവിടെ നിന്ന് പോവുകയാണ്. സുഭാഷ് അരികിലേക്ക് വരുമ്പോൾ സുധീഷ് പറയുന്നു, പോവാണെന്നല്ലാതെ അവക്ക് പറയാൻ വേറൊന്നും ഇല്ല സുഭാഷ് ഏട്ടാ. ഞാൻ അവളെ കുറിച്ച് മാത്രമാണ് ആലോചിക്കുന്നതെന്ന് അവൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. അവളുടെ മനസ്സില് 1% പോലും ഞാനില്ല. അതോർക്കുമ്പോൾ എന്തോ പോലെ. സുധീഷിന്റെ തോളിൽ കൈവച്ച് സമാധാനിപ്പിച്ച് അകത്തേക്ക് പോവുകയാണ് സുഭാഷ്. പിന്നീട് കാണിക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സുഭാഷ് ഓർക്കുകയാണ് നിധിയുടെ വാക്കുകൾ. ഞാനൊരു വീട് വാടകയ്ക്കെടുക്കാൻ പോയതാ. അത് ശരിയായി. നാളെ തന്നെ അങ്ങോട്ട് മാറിയാലോ എന്ന് ആലോചിക്കുക. നികേഷ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊബൈലിൽ നോക്കിക്കൊണ്ട് കുറച്ചിപ്പുറത്തായി ഇരിക്കുകയാണ് ഹരീഷ്. നികേഷിന്റെ അരികിലേക്ക് ദോശയുമായി വരുന്ന സുഭാഷ് ചോദിക്കുന്നു, ദോശ എടുക്കട്ടെ മോളെ? നിധി പറയുന്നു, വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. ഈ സമയം സുഭാഷിന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. നിധി പറയുന്നു, സുഭാഷ് ഏട്ടൻ അറ്റൻഡ് ചെയ്തു, ഞാൻ ദോശ ചുട്ടോളാം. അങ്ങനെ നിധി അടുക്കളയിലേക്ക് പോകുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുകയാണ് സുഭാഷ്. നിധി വളരെ പാടുപെട്ട് ദോശ ചുടുകയാണ്. സുധീഷും നികേഷിന്റെ അരികിലേക്ക് വരുന്നു. അടുക്കളയിലേക്ക് വന്ന സുഭാഷ് ചോദിക്കുന്നു, എന്തു പറ്റി? നിധി പറയുകയാണ്, സുഭാഷ് ഏട്ടൻ എന്ത് ഭംഗിയില്ല ദോശ പരത്തിയിരുന്നത്, ഞാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. പുഞ്ചിരിച്ച് സുഭാഷ് പറയുന്നു, ഒരു ദോശ ചുട്ടു കഴിഞ്ഞാൽ അടുത്തത് പരത്തുന്നതിന് മുമ്പ് ഇത്തിരി എണ്ണ പുരട്ടണം. അത് ചെയ്തായിരുന്നു. നിധി പറയുന്നു, അയ്യോ അത് ചെയ്തില്ല. നിധി പരത്തിയ ദോശ എടുത്തു മാറ്റി നിധിയെ ദോശ ചുടാൻ പഠിപ്പിക്കുകയാണ് സുഭാഷ്. ഒരു കാര്യം കാണിച്ചു തരാന്ന് പറഞ്ഞ് നികേഷ് സുധീഷിനെയും കൂട്ടി വാതിലിന്റെ അരികിലേക്ക് ചെന്ന് നിൽക്കുകയാണ്. നിധി പറയുന്നു, ഇനി ഒരു തവണ ഞാൻ ഉണ്ടാക്കാം. സുധീഷും നികേഷും ചിരിച്ചുകൊണ്ട് മുഖത്തോട് മുഖം നോക്കുകയാണ്. ദോശ ചുടുന്ന നിധി ചോദിക്കുന്നു, അയ്യോ കട്ടി കൂടി പോയോ? സുഭാഷ് പറയുന്നു, കട്ടി കൂടി പോയി, അതൊക്കെ പയ്യെ അങ്ങ് ശരിയായിക്കോളും. നികേഷ് പറയുകയാണ്, സുധീഷ് ഏട്ടാ, ഏട്ടത്തിക്ക് ഒരു ഓംലേറ്റ് പോലും ഉണ്ടാക്കാൻ അറിയില്ല. സുധീഷ് ഏട്ടൻ പട്ടിണിയാകുന്ന ലക്ഷണമുണ്ട്. അങ്ങനെ നികേഷ് ഭക്ഷണം കഴിക്കുമ്പോൾ സുധീഷ് അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. ദോശ ചുട്ടുകൊടുത്ത് നിധി ചോദിക്കുന്നു, ഇപ്പൊ ശരിയായില്ലേ? സുഭാഷ് പറയുകയാണ്, ശരിയായി. നാളെ മുതൽ എനിക്ക് ഇതൊക്കെ മിസ് ചെയ്യും. ഇത്രയും കാലം ഇല്ലാതിരുന്നൊരു ഉണർവും ഐശ്വര്യവും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ എല്ലാം പഴയതുപോലെയാകും. ശരി, അത് വിട്ടേക്ക്. ഞാൻ ഓരോന്ന് പറഞ്ഞ് വെറുതെ മോളെ വിഷമിപ്പിക്കുന്നില്ല. മോള് പോയിട്ട് വാ. നിധി വിഷമത്തോടു കൂടി നിൽക്കുകയാണ്. സുധീഷ് മനസ്സിൽ പറയുന്നു, പേടിക്കണ്ട ചേട്ടാ, പറഞ്ഞതുപോലെ അവള് പോയിട്ട് വരും. ഹരീഷ് ഫോണിൽ സംസാരിക്കുകയാണ്. തുടർന്ന് ഹരീഷ് ചോദിക്കുന്നു, എടാ നീ റെഡിയായില്ലേ? നികേഷ് പറയുകയാണ്, എപ്പോഴേ റെഡി, പാത്രം കഴിയിട്ട് വരട്ടെ. അങ്ങനെ അടുക്കളയിലേക്ക് ചെന്ന നികേഷ് ചോദിക്കുന്നു, എന്താ ഏട്ടത്തി, ദോശയുടെ കാര്യം ഒരു തീരുമാനമായോ? നിധി പുഞ്ചിരിച്ചു മൂളുമ്പോൾ നികേഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ, ഞാൻ പോയിട്ട് വരാം. സുഭാഷ് പറയുന്നു, എടാ പരീക്ഷ നന്നായിട്ട് എഴുതണേ. നികേഷ് പറയുന്നു, ഏട്ടത്തി പോയിട്ട് വരട്ടെ. ഇപ്പൊ കോളേജിലേക്ക് പോയാലേ തിരിച്ച് ഈ വീട്ടിലേക്ക് വരാൻ തോന്നും. മുമ്പൊന്നും അങ്ങനെ ആയിരുന്നില്ല. ഇങ്ങോട്ട് വരണമല്ലോ എന്ന് വിചാരിക്കുമ്പോഴായിരുന്നു സങ്കടം. സ്റ്റഡി ലീവും വെക്കേഷനും ഒക്കെ ആകുമ്പോൾ അത് കഴിയാൻ കാത്തിരിക്കും. എങ്ങനെയെങ്കിലും കോളേജ് തുറന്ന് അവിടെ എത്തിയാ മതിയെന്ന് വിചാരിക്കും. ഇപ്പൊ നേരെ തിരിച്ചാ, ലീവ് കഴിഞ്ഞല്ലോ എന്നാ. അതിന്റെ കാരണം ഏട്ടത്തിയാണ് കേട്ടോ. ഇനിയും സുഭാഷ് ഏട്ടനും ഹരീഷ് ഏട്ടനും കൂടി ഓരോ ഏട്ടത്തിമാരെത്തിക്കഴിഞ്ഞാൽ ഈ വീട് ശരിക്കും ഒരു വീടാകും. പുഞ്ചിരിച്ച് സുധീഷ് മനസ്സിൽ പറയുന്നു, ഏട്ടനും അനിയനും ഭയങ്കര സെന്റിമെന്റ്സ് ആണല്ലോ. നികേഷ് പറയുന്നു, ഏട്ടത്തി എന്നാ ഞാൻ പോയിട്ട് വരാം, വന്നിട്ടേ കോളേജിലെ വിശേഷങ്ങൾ മുഴുവൻ പറഞ്ഞു തരാം. ഹരീഷ് പറയുന്നു, എടാ വാണ സമയമായി. ബാഗ് എടുത്ത് നികേഷ് പറയുന്നു, ഏട്ടത്തി വരുമ്പോ ഐസ്ക്രീം വാങ്ങി വരാമേ. ഉച്ചയ്ക്ക് ഞാൻ വന്നിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാം. ബൈ ഏട്ടാ, പോട്ടെ. വേഗം വാന്ന് പറഞ്ഞ് നികേഷിനെയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ് ഹരീഷ്. നിധി വിഷമത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. സുഭാഷ് പറയുന്നു, അവൻ തിരിച്ചു വരുമ്പോഴേ എന്തു പറയുമെന്ന് ആലോചിക്കുന്നത്. നിധി പറയുന്നു, എന്തായാലും ഞാൻ പോയല്ലേ പറ്റൂ സുഭാഷ് ഏട്ടാ. അപ്പൊ പിന്നെ ഇത്രയും
നേരത്തെ ആകുന്നതല്ലേ നല്ലത്. ഈ കല്യാണം എങ്ങനെയാ നടന്നതെന്ന് പറഞ്ഞാൽ അവന് മനസ്സിലാകും. കണ്ടു നിറങ്ങിയ സുഭാഷ് പറയുന്നു, ശരിയാ, പക്ഷേ അതെങ്ങനെ അവനോട് പറയുമെന്നുള്ള പ്രശ്നമേ എനിക്കുള്ളൂ. സുധീഷ് മനസ്സിൽ പറയുന്നു, ഓ എന്തോന്നിത്, ഒരുമാതിരി തമിഴ് സിനിമ പോലെ തങ്കച്ചി പാസം കൊണ്ട് നിറയുകയാണല്ലോ. അങ്ങനെ സുധീഷ് പറയുന്നു, അതെ, ഇനി ഇറങ്ങിയില്ലെങ്കിൽ രാഹുകാലത്തിന് മുമ്പേ വീട്ടിൽ കയറാൻ പറ്റില്ല കേട്ടോ. ഇത് കേട്ട് സുഭാഷ് തിരിഞ്ഞു നോക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, അല്ല, ഞാൻ കലണ്ടർ നോക്കിയപ്പോഴേ ഈ രാഹുകാലം 12 മണി മുതൽ 1:30 വരെയാണ്. വിശ്വാസം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഇറങ്ങണം. ഇറങ്ങാന്ന് പറഞ്ഞ് റൂമിലേക്ക് വന്ന് ബാഗ് എടുത്ത് ചുറ്റും നോക്കി നിധി സുഭാഷിന്റെ അരികിലേക്ക് വരികയാണ്. സുഭാഷ് ചോദിക്കുന്നു, അല്ല ബാഗ് എടുത്തോ, മോളെ കഴിക്കണ്ടേ? നിധി പറയുന്നു, വേണ്ട, വിശപ്പില്ല. സുഭാഷ് ഏട്ടൻ പറഞ്ഞതുപോലെ എനിക്ക് നിങ്ങളെയൊക്കെ മിസ് ചെയ്യും. എന്റെ ചേട്ടനേക്കാളും സ്നേഹത്തിലാ സുഭാഷ് ഏട്ടൻ എന്നെ നോക്കിയത്. താങ്ക് യു ഫോർ എവരിത്തിങ്. സുഭാഷ് ഏട്ടനെയും നികേഷിനെയും ഞാൻ മറക്കില്ല. സുധീഷ് മനസ്സിൽ പറയുന്നു, അത് ശരി, അപ്പൊ നീ എന്നെ മറക്കുമല്ലേ? സുഭാഷ് പറയുന്നു, മോളെ പോയാലും ഇടയ്ക്കൊക്കെ വരണേ, എല്ലാവരെയും കാണണം. അനിയത്തിയാണെന്ന് വെറും വാക്ക് പറഞ്ഞതല്ല, അത് അങ്ങനെ തന്നെയാ. നിനക്കൊരു വീടായി ഇതെല്ലാ കാലത്തും ഉണ്ടാകും. കണ്ണു നിറങ്ങിയ നിധി പറയുന്നു, ഞാൻ വരാം. സുധീഷ് മനസ്സിൽ പറയുകയാണ്, ഇനി നിന്ന് മ്യൂസിക് ഇട്ട് ഞാൻ ജാകും. അതെ, പോകാം വാ. നിധി കണ്ണു നിറങ്ങിയ സുഭാഷിനെ നോക്കുമ്പോൾ വിഷമത്തോടുകൂടി സുഭാഷ് പറയുന്നു, ചെല്ല. നിധി സുധീഷിന്റെ ഒപ്പം അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് കാറിൽ വാടക വീടിന്റെ അരികിലേക്ക് വരികയാണ് സുധീഷും നിധിയും. സുധീഷ് ചോദിക്കുന്നു, ഇതല്ലേ സ്ഥലം? നിധി പറയുന്നു, അതെ. എന്നാ ശരി, ഞാൻ പോയിക്കോട്ടെ. ശരി എന്ന് പറഞ്ഞ പുഞ്ചിരിച്ച് തലയാട്ടുകയാണ് സുധീഷ്. കാറിൽ നിന്ന് ഇറങ്ങിയ നിധി വിഷമത്തോടുകൂടി തിരിഞ്ഞു നോക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. നിധി ബാഗുമായി വാടക വീട്ടിലേക്ക് വരുമ്പോൾ ടോക്കൺ അഡ്വാൻസ് മേടിച്ച ആൾ അരികിലേക്ക് വന്നിട്ട് പറയുന്നു, ദാ നിങ്ങൾ തന്ന ടോക്കൺ അഡ്വാൻസ്. സംശയത്തോടുകൂടി നിധി ചോദിക്കുന്നു, എന്താ സാർ ഇത്? അപ്പോൾ അയാൾ പറയുകയാണ്, കുട്ടിക്ക് ഇവിടെ വാടകയ്ക്ക് വീടില്ല. നിധി പറയുകയാണ്, ഇന്നലെ തരാമെന്ന് ഉറപ്പ് തന്നിട്ട് ഇന്ന് മാറ്റി പറയുന്നത് ശരിയല്ലെന്ന് അവരോട് പറയണം സാർ. കുട്ടിക്ക് ഇവിടെ വീടില്ല എന്ന് പറഞ്ഞ് നിധി കൊടുത്ത 5000 രൂപ നിധിയെ ഏൽപ്പിച്ചിട്ട് അയാൾ അകത്തേക്ക് പോവുകയാണ്. ഈ സമയമെല്ലാം നിധി വരുന്നതും കാത്ത് പുഞ്ചിരിച്ച് കാറിന്റെ അരികിൽ തന്നെ നിൽക്കുകയാണ് സുധീഷ്. ബാഗുമായി നിധി അരികിലേക്ക് വരുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, എന്തു പറ്റി? നിധി പറയുകയാണ്, ഇന്ന് ചെന്നപ്പോൾ വീട് തരാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പൊ സുധീഷ് ചോദിക്കണം, വീട് തരാൻ പറ്റില്ല എന്നോ? നിധി പറയുകയാണ്, ഇന്നലെ വരെ വീട് തരാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് പെട്ടെന്ന് തരില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും? എനിക്ക് സംശയം ഇയാളെ തന്നെയാ. ഇത് കേട്ട് ഞെട്ടി ടെൻഷനോടുകൂടി നിധിയെ നോക്കുകയാണ് സുധീഷ്. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.